മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ? എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇത് പേഴ്സണൽ പേപ്പറാണ് ഞാൻ പറഞ്ഞത്. ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി. ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ വയലൻസ് പാടില്ല. അപ്പൊ അമീർ ഖാൻ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത്. അമീർ ഖാൻ നിലപാടിൽ തെറ്റൊന്നുമില്ല. ധൂം 3ക്ക് അദ്ദേഹം ചിലപ്പോ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ താരേ സമയം ഇപ്പൊ സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത്? ഈ ഓരോ സെന്റൻസിന്റെ അഭിപ്രായം മാറ്റമുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല, എല്ലായിടത്തും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. എവിടെയായാലും ഏത് മേഖലയിലായാലും അത് എന്ന് പൊട്ടുമെന്നറിയാതെ ബോംബ് പോലെയാണ്. ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? ആ സ്റ്റാച്യൂട്ടറി വേണമെങ്കിൽ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. ഇപ്പം നടക്കുന്ന ചർച്ചകൾ സിനിമകളിലുള്ള വയലൻസുകൾ ഇപ്പൊ പലരും പറഞ്ഞത് ഇനിയുള്ള സിനിമകളിൽ വയലൻസുകൾ കുറച്ചേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ആവിഷ്കാര സാധ്യതയാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ കൊടുക്കുന്ന മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നൊരു കൊലപാതകത്തിനകത്ത് ആ ഒരു കുട്ടി പറയുന്നതിനകത്ത് എനിക്ക് ക്ലിക്കായ ഒരു സാധനം വെച്ചാൽ കൂട്ടത്തിൽ നടത്തി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് കൂട്ടത്തില്ല. അത്രത്തോളം അവരെ ഗ്രാസ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സിനിമകൾ ഇത്രത്തോളം നമ്മള് തെറ്റായിട്ട് ഒരു സിനിമ എന്നൊരു കലാരൂപമാണ്, അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പല സിനിമകളിൽ നിന്നും. അങ്ങനെ അതിന് രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അയാൾക്ക് അയാളുടെ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകളും ഇപ്പം ഒക്കെ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഫിലിം മേക്കർ എന്ന് പറയുന്ന ആൾ ഇന്നത്തെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളും അയാൾ അത് ഈ സമൂഹത്തോടും അയാളുടെ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുമാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ലൈനിലൂടെയാണ് ഓരോ ഫിലിം മേക്കറും സഞ്ചരിക്കുന്നത്. ഇപ്പം സ്വാധീനിക്കാൻ ഇപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റില്ല. എനിക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അപ്പം സിനിമകൾ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ തന്നെ ഒരു സിനിമയായിട്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടൊന്നുമില്ല എന്നെ. ഞാനൊരു സിനിമയും കണ്ടിട്ട് നന്നായിട്ടുമില്ല, ഒരു സിനിമയും കണ്ടിട്ട് ഞാൻ മോശമായിട്ടില്ല പേഴ്സണലി. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞാണ്, ഞാൻ ചെറുപ്പം പോലെ സിനിമ കാണുന്ന ആളാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടെന്ന് കരുതി സിനിമയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സിനിമയിൽ കാണുന്നതിനെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്ന ആളല്ല ഞാൻ. ഇത് പേഴ്സണലിയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ആ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സെൻസർ നിയമങ്ങളെയൊക്കെ കുറച്ചും കൂടെ കൃത്യത പറയും. നമുക്കിതെല്ലാം ഉണ്ട്, പക്ഷെ ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പോൾ കുട്ടികൾ കാണേണ്ട സിനിമകൾ കുട്ടികളെ കാണിക്കുക, കുട്ടികൾ കാണേണ്ടാത്ത സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക. അത് ഓരോരുത്തരുടെയും അത് പേരൻസിൻ്റെ അടക്കം ഉത്തരവാദിത്വമാണ്. ഇത് അഡൽട്സ് മാത്രം കാണേണ്ട ഒരു സിനിമയാണെന്ന് പരസ്യം ചെയ്യുകയും പേരൻസ് തന്നെ കുട്ടികളെ കൊണ്ട് അതിലേക്ക് കാണിക്കാൻ പോവുകയും ചെയ്തിട്ട് സിനിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നടക്കുന്ന പല സിനിമയ്ക്കാണ് കുറ്റം വരുന്നത്. സിനിമയാണ് എല്ലാത്തിനും. ഇപ്പൊ പാർട്ടിക്കാരും പറഞ്ഞത് സിനിമകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ലഹരിയുടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം, സിനിമ എന്തെല്ലാം നല്ല മെസ്സേജ് ചെയ്യുന്നു, ഈ സമൂഹമൊക്കെ എന്നാ നന്നാവേണ്ടതാണ്. എത്രയോ നല്ല സിനിമകൾ വരുന്നു. അപ്പൊ അത് ഇപ്പൊ മോശം സാധനം സ്വാധീനിക്കുന്ന പോലെ തന്നെ നല്ലത് സ്വാധീനിക്കണ്ടേ? എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഇത് പേഴ്സണൽ പേപ്പറാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര എല്ലായിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ സ്വാധീനിക്കണ്ടേ? നമുക്കിപ്പോൾ നല്ലൊരു സിനിമ ചെയ്ത് നല്ലൊരു സന്ദേശമുള്ള സിനിമ ചെയ്താൽ തിയേറ്ററിൽ ആൾ പോലും ഇപ്പം വരത്തില്ല. അതാ അവസ്ഥ. നെഗറ്റീവ് കാണാനായിട്ടാണ് ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ കൂടി വരുന്ന ലഹരിയുടെ ഉപയോഗം. അവർ പറഞ്ഞത് സിനിമകളിൽ തന്നെ അവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സിനിമ കാണേണ്ട കാര്യമുണ്ടോ? ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമം ഇന്ന് നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇന്റർനെറ്റിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഉപയോഗിക്കേണ്ട രീതിയോ സാധനങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലാതെ ഉണ്ടോ? ഉണ്ടോ? പറയുന്നവരോട് നമുക്ക് ചോദിക്കുന്നില്ല, ഒന്നും എനിക്കറിയില്ല. അല്ല, ഇന്റർനെറ്റ് നമുക്ക് എല്ലാവരുടെയും എവിടെ ഇരിക്കുന്ന ഇത്ര ആളുകളുടെ എല്ലാവരുടെയും ഫോണിൽ ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. ഇന്റർനെറ്റിൽ നോക്കിയാൽ ഈ ലോകത്ത്, നമുക്ക് ഇന്ത്യ ഈ ലോകത്ത് എവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്നിക്കൽ ഏത് കാര്യത്തെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അത്ര ഇൻഫർമേഷൻ ഇപ്പൊ AI ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ കലാരൂപത്തിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ എനിക്ക് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലായിട്ട്. സിനിമയുടെ കുഴപ്പമല്ല, ഞാൻ വിശ്വസിക്കുന്നു. ദിലീഷ് ചേട്ടാ ഈ ജോജി
മഞ്ജുതി മഹേഷിന്റെ പ്രതികാരം അതുപോലെയുള്ള റിയലിസ്റ്റിക് പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴാണ് ഒരു ഫൈറ്റൊക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ശ്യാം പുഷ്കറിന്റെ കൂടെ ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞ വയലൻസ് പാടില്ല. ഇപ്പം തന്നെ ഫൈറ്റുള്ള ഒരു സെക്കൻഡ് ഗ്യാപ്പ് എടുത്തു. അയ്യോ അതല്ല, അത് നമ്മള് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പടം. അപ്പൊ ശ്യാം പുഷ്കറിനായിട്ട് ഇനി ഒരു പടം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഫഹദ് ഫാസിൽ തന്നെ ആയിരിക്കും നായകനായിട്ട് വരിക. ഇല്ല, അങ്ങനെ ഒരു കൃത്യമായുള്ള ധാരണയിലേക്കൊന്നും എത്തിയില്ല. ഞാനൊരു 2 സബ്ജക്ട്സിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വട്ടത്തുനിന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തിൻ്റെ പരിപാടിയിലാണ്. അത് റൗണ്ടായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും. അതായത് കാസ്റ്റിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ അടുത്ത പ്രൊഡക്ഷൻ കരാട്ടെ ചന്ദ്രൻ ഫഹദ് ഫാസിലിനെ വെച്ചിട്ടാന്ന് പറയുന്നുണ്ട്. എത്രത്തോളം എന്താണ് അതിന്റെ കുറിച്ചുള്ള അപ്ഡേഷൻ എന്താണ് നിലവിലുള്ളത്? അതെ, അടുത്ത 2 പടങ്ങളാണുള്ളത്. ഒന്ന് പ്രേംലു 2 കരാട്ടെ ചന്ദ്രനും. അത് രണ്ടും ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും. ഇപ്പൊ പ്രീ പ്രൊഡക്ഷൻ ആണോ? പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമീർ ഖാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം പ്രതിഫലം മേടിക്കുന്നില്ല, പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് എന്ന് പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് ഷെയറിംഗ് അതായത് സിനിമ വിജയിച്ചാൽ അതിൽ നിന്ന് സാലറി, അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ സാലറി വേണ്ട എന്നുള്ള നിലയിൽ. അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ ഇതുപോലുള്ള നിലപാടുകൾ സഹായകരമാവില്ല. ഈവൻ അങ്ങനെ ചില താരങ്ങൾ തീരുമാനിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് കുറച്ചും കൂടി സേഫ് ആയിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് വരില്ലേ? പലപ്പോഴും താരങ്ങൾ റെഡിയായിരിക്കും, പ്രൊഡ്യൂസേഴ്സും ചിലപ്പോൾ അതിന് തയ്യാറാവണമെന്നില്ല. അല്ല, ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ പടത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ആക്ടർക്ക് സാലറി കൊടുക്കുന്നതാണ് എനിക്ക് ലാഭം? എന്തിനാണ് ആക്ടർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത്? ഞാൻ പ്രൈവറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ഷെയർ നസറിന് കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് ലാഭം സാലറി കൊടുക്കുന്നത് തന്നെയാണ്. അല്ല, പക്ഷെ അത് എല്ലാ സിനിമകളിലും പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ചേരുവ മനസ്സിലാക്കിയ സംവിധായകൻ എന്നുള്ള നിലയിൽ കോൺഫിഡൻസ് ആണ് പറയുന്നത്. ചേരുവയിലേക്ക് വരുന്നു. തങ്കം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്. തങ്കം എന്ന് പറയുന്ന സിനിമ എനിക്ക് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയ സിനിമയല്ല. ചേരുവ എനിക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യുമോ? അല്ല, അപ്പോഴും അപ്പൊ ആ റിസ്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അമീർ ഖാൻ നിലപാട് തെറ്റാണെന്നാണ് പറയുന്നത്. അമീർ ഖാൻ നിലപാടിൽ തെറ്റൊന്നുമില്ല. അമീർ ഖാന്റെ ഡിമാൻഡ് അത്. അമീർ ഖാനെ പോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്നത് എനിക്ക് സാലറി വേണ്ട, എനിക്ക് ലാഭവിഹിതം വേണമെന്നാണ് പറയുന്നത്. അത് വലിയൊരു ഡിമാൻഡാണ് എന്നാണ് ഞാൻ പറയുക. ഒരു ആക്ടർ അല്ലേ, അതല്ലേ കൂടുതൽ ഡിമാൻഡിങ് അല്ലേ? ഫ്രണ്ട് എൻഡ് ലോഡിങ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ലോഡിങ്, അത് 2 ലോഡിങ് തന്നെയാണ്. അല്ല, ഉദ്ദേശിച്ചത് സാലറി എങ്കിലും പ്രോഫിറ്റ് കൊടുക്കുന്നത് നഷ്ടമാണ്. പക്ഷെ ആ സാലറി ഒരു നടൻ ആ സിനിമയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് എടുത്തൂടെ? അദ്ദേഹം നടൻ പലപ്പോഴും തയ്യാറായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നടൻ പലപ്പോഴും തയ്യാറായിരിക്കും. ഇപ്പം ഇവിടെ ഹിറ്റാവുന്നുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നടൻ അത്രയും പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡ്യൂസർക്കായിരിക്കും നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ പടത്തിലും അല്ല, ഇത് ഓരോ പ്രൊജക്റ്റിനനുസരിച്ചിരിക്കും. മാർക്കറ്റുള്ള ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മേടിക്കുന്നതാണ് ലാഭം. അമീർ ഖാൻ മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് അമീർ ഖാൻ അത് പറയാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് താരേ സമയം പോലുള്ള സിനിമകൾ സംഭവിക്കാൻ തന്നെ കാരണം ആ തീരുമാനങ്ങളാണ്. ധൂം 3ക്ക് അദ്ദേഹം ചിലപ്പോ പറഞ്ഞ പ്രതിഫലം മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ താരേ സമയം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. നീ പറഞ്ഞ എല്ലാ സിനിമയും പുള്ളി ഷെയർ മേടിച്ചതല്ലേ നീ പറഞ്ഞത്? ഈ ഓരോ സെന്റൻസിന്റെ അഭിപ്രായം മാറ്റുന്നുണ്ട്. 20 വർഷമായിട്ട് എനിക്കറിയത്തില്ല. ഞാനിത് ഈ പറഞ്ഞുള്ള അറിവില്ല, എനിക്കറിയില്ല. ഞാൻ വായിച്ചിട്ടില്ല എവിടെയും. എനിക്കറിയത്തില്ല, വാർത്ത വന്നായിരിക്കും. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നീ പറഞ്ഞാലോ, നീ തന്നെയാണ് ഇതേ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു പറയുന്നത്. അതല്ല, ഞാൻ ഉദ്ദേശിച്ച കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ധൂം 3 എന്നുള്ളത് ഭയങ്കര ധൂം 3 കഴിഞ്ഞു താരേ സമയം പറഞ്ഞു. ഇതിനെ പറ്റി പറയാം. ഞാൻ ഷെയർ ചോദിച്ചു തന്നില്ല. ഞാൻ ചോദിച്ചത് മലയാളം ഇൻഡസ്ട്രിയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എടുക്കണമെങ്കിൽ മലയാളം ആണ് ഫസ്റ്റ് റെഫർ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ബഡ്ജറ്റ് വൈസ് ആയാലും ശരി, ഇപ്പം ഇൻഡസ്ട്രി വൈസ് ആയാലും ശരി, അവരാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പൊ കണ്ടന്റ് ഓറിയന്റ് വൈസ് മാത്രം ടെക്നിക്കലി നമ്മൾ മുന്നിൽ നിൽക്കുന്നു പറഞ്ഞാലും ബഡ്ജറ്റ് വൈസ് നമ്മൾ പുറകോട്ടല്ല നിൽക്കുന്നത് പല പടങ്ങളിലായിട്ടും. ബ്ലോക്ക് ബസ്റ്ററിലായാലും 1, 2, 4, 5 പടങ്ങളേ ഉള്ളൂ എടുത്ത് പറയാനായിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കോട്ടേക്ക് പോകുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി തന്നെയാണ്. അത് ബഡ്ജറ്റിന്റെ എല്ലാം കളക്ഷന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എനിക്ക് കണക്ക് കൃത്യമാണെന്ന് അറിയില്ല, ഞാനിങ്ങനെ കേട്ടതാണ്.
കഴിഞ്ഞ വർഷം ഏകദേശം 12% മുകളിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് മലയാള സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വർഷങ്ങളിൽ 6% ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു എക്സാക്ട് അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സിനിമയുടെ ഇപ്പം മലയാളം ലാംഗ്വേജ് സിനിമകൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള കുറവ് തമിഴ്നാട് പോലെ അല്ലെങ്കിൽ തെലുങ്കാന, ഹൈദരാബാദും പോലുള്ള വലിയൊരു സംസ്ഥാനം, കേരളം പോലുള്ള ചെറിയൊരു സംസ്ഥാനമാണ് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. മലയാള ഭാഷ ഉപയോഗിക്കുന്നവരുടെ ആളെണ്ണം കുറവാണ്, ഓഡിയൻസ് കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ബോംബെ എന്നുള്ളൊരു സ്റ്റഡി പറയുന്നത് ഏറ്റവും കൂടുതൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി കേരളമാണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പൈറസി കാണുന്ന ഓഡിയൻസ് ഉള്ളത് കേരളത്തിൽ നിന്നാണെന്നുള്ളതാണ് ബോംബെ എന്നുള്ളൊരു സ്റ്റഡി കണക്ക് പറയുന്നത്. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് നമുക്ക് ആരോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളും സ്വയം എന്താ പറയുക കുറച്ചും കൂടെ വളരേണ്ടതാണ്. ഇപ്പം OTT പ്രൈസ് ഡൗൺ ആകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് അവർ ആരോപിക്കുന്നത് പൈറസിയാണ്. തിയേറ്റർ എന്നുള്ളത് മാറി ഇപ്പോൾ OTT പോലും ഇപ്പോൾ കച്ചവടം നടക്കാത്ത ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ OTT പോലും എന്ന് പറഞ്ഞാൽ OTT ഇവിടെ കച്ചവടം നടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷത്തേക്കുള്ള ആയിട്ടില്ല. അതിനു മുമ്പ് ഇവിടെ സിനിമ ഓടിക്കൊണ്ടിരുന്നത് തിയേറ്ററിൽ തന്നെയാണ്. ഈ പറഞ്ഞ കച്ചവടം എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു ഇറക്കുന്ന പടം കച്ചവടമായാലേ എന്തെങ്കിലും മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം പല തിയേറ്ററിൽ ഓടിയതിന് കിട്ടുന്നത് കാശല്ലേ? ഞാൻ പറഞ്ഞത് മുടക്കിയ മുതലെങ്കിലും ശരിക്കും കച്ചവടമായാലേ ഇപ്പോൾ 10 രൂപ മുടക്കണമെങ്കിൽ 11 രൂപയെങ്കിലും തിരിച്ചു കിട്ടിയാലേ അത് കച്ചവടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ല അത് ലാഭം വന്ന കച്ചവടം. കച്ചവടം ഇങ്ങനെയല്ല, കച്ചവടത്തിൽ എല്ലാം ഉണ്ട്, നഷ്ടമല്ല കച്ചവടത്തിൽ വരും. ലാഭം വന്ന കച്ചവടമാണ്. അപ്പം ഞാൻ പറയാം, ഇപ്പൊ ഇങ്ങനെ പൈറസി ആയാലും ഇപ്പം കണ്ട സമരത്തിനും ഇതിലൊക്കെ പോകുമ്പോഴും പൈറസി എന്ന് പറയുന്ന പ്രശ്നം അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. സർക്കാരായാലും ഉറപ്പായിട്ടുണ്ട്. അതിനെ നമുക്ക് നിയമപരമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നിരോധിക്കുക, അങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം പ്രതികരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ക്വാളിറ്റി ഉള്ളവരായി മാറുക, ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകനും ക്വാളിറ്റി ഉള്ളവരായി മാറുക എന്നുള്ളതാണ് ആ നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത്രയേ ഉള്ളൂ. ദിലീഷേട്ട ഈയിടെയായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫിലിമിൻ്റെ ഡെയിലി കളക്ഷൻ എന്താണ് പുറത്ത് വിടുന്നത് അത്ര പ്രായോഗികമായിട്ട് തോന്നുന്നില്ല, അത് തിയേറ്ററിലേക്ക് ആളെ വരുന്നതിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു തോന്നി പറഞ്ഞിട്ട്. അത് പറഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു പടത്തിന്റെ കളക്ഷനാവും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ധാരണ കിട്ടാൻ നല്ലതാണ്. ഞാൻ പറഞ്ഞ തിയേറ്ററിൽ ഇപ്പോൾ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം പറയുന്നത് എത്രമാത്രം നല്ലതാണെന്നൊരു സംശയം പ്രകടിപ്പിച്ചതേ ഉള്ളൂ. അല്ല, ഇപ്പം അങ്ങനെ പുറത്ത് വിടുന്നുണ്ടല്ലോ, ഡെയിലി കളക്ഷൻ പുറത്ത് വിടണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണോ പറഞ്ഞിരുന്നത്? ഞാൻ കരുതുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ച് അങ്ങനെ വിടുന്നത് അത്ര നല്ലതല്ല. തിയേറ്ററിൽ നിന്ന് സിനിമ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, തിയേറ്ററിൽ നിന്ന് സിനിമ മാറിയതിന് ശേഷമേ അതിൻ്റെ അങ്ങനത്തെ കളക്ഷൻസ് പുറത്ത് വിടാവുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം. പിന്നെ എനിക്ക് തോന്നിയൊരു സെഷൻ കൂടെ പറയാൻ തോന്നിയത്, അങ്ങനെ അഥവാ കളക്ഷൻ പുറത്തു വിടുമ്പോൾ കേരളത്തിലെ കളക്ഷൻ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കളക്ഷൻസ് ഉണ്ട്, ഇന്ത്യക്ക് പുറത്ത് വിടുന്ന കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ആ സിനിമയുടെ വരുമാനത്തിൽ പെടുന്നത് തന്നെയാണ്. അത് പുറത്തു വിടേണ്ടതാണ് അങ്ങനെ വിടുവാണെങ്കിൽ തന്നെ. കാരണം അതൊക്കെയല്ലേ അതിന്റെ കൃത്യം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഡയറക്ടർ പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേട്ടനോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എല്ലാ സിനിമകളും കൊടുക്കുന്നതാണ്. പുകവലി, മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത്. ആ സിനിമയിൽ ഒരു തരത്തിൽ അത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരുതരം അവാർഡ് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത്. ഇപ്പോൾ അതേ സംവിധായകന്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് MDMA കഞ്ചാവൊക്കെ ആയിട്ട് പോലീസ് പിടിയിലായി. അപ്പോൾ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സമൂഹത്തെ സിനിമയെ കണ്ടാൽ പോലെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കുക എന്നുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത, കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിന്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ. എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്തു? എണ്ണം പറ. അതിൽ ഡോക്ടേഴ്സുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല പ്രൊഫഷനുള്ളവരുണ്ട്. മീഡിയ അറ്റൻഷൻ എന്നാൽ എനിക്ക് ഇതിനകത്ത് തോന്നുന്നുള്ളൂ. അല്ല, ഒരാളാണെങ്കിലും തെറ്റല്ലേ? അതെ, ഉറപ്പായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നുമില്ല. അതിപ്പോൾ ആരായാലും തെറ്റല്ലേ, ഉറപ്പായിട്ടും. അല്ല, ഞാൻ പറയുന്നത് 4000-ലധികം പേരെ, അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞാൻ വാർത്ത കണ്ടത്. 4000-ലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് എറണാകുളത്തോ എന്തോ ബോംബ് ചെയ്തിട്ട്. അല്ലല്ല, 4000-ലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത്. 4000-ലധികം. 400 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ്. കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിന്റെ കേസാണ്. അപ്പോൾ ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നത്.
അപ്പൊ അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? 4500 പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്, അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ അതിന്റെ അർത്ഥം? അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല എല്ലായിടത്തും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല, അനുവദനീയമല്ലാത്ത ഒരു സാധനം നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ, ഒരു കാരണവശാലും അത് പറ്റില്ല. അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? ആ സ്റ്റാറ്റ്യൂട്ട് പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ കണ്ടിട്ടില്ല പടം. പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, ഒരു കാരണവശാലും ഇല്ല. ആ പടത്തിന്റെ അതിപ്പോ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ ഒരാൾ പിടിക്കപ്പെടുമ്പോ ബാക്കിയുള്ളവരും കൂടിയാണ് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞു, ഞാനും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പം ഞാൻ പറയുന്നത് നീ ഈ കണക്കൊന്ന് ആലോചിച്ച് നോക്ക്. നീ കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കറക്റ്റല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്കിപ്പം നീ ഒന്ന് ആലോചിച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാൾ ജീവിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുള്ളത്? എത്ര നാൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അത് എന്ന് പൊട്ടുമെന്നറിയാതെ ബോംബ് പോലെയാണ്. സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്നത് നീ കണ്ടിട്ടുണ്ട്? സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്നത് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട്? അപ്പൊ ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. ഉണ്ടാവാം, ഉണ്ട്. പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവാം. കാരണം അത് സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനി പൈങ്കിളി സിനിമ കാണുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി വേണമെങ്കിൽ എഴുതിക്കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.